16-ാം നൂറ്റാണ്ടിൽ പുരനിയൂർ ഭരിച്ചിരുന്ന മഹാലി രാജപരമ്പരയുടെ മുഖ്യ തുന്നൽക്കാർ. മഹാലി രാജാക്കന്മാരുടെ കൊട്ടാരങ്ങളിലും രാജസദസ്സുകളിലും തിരവിയറുകൾ നെയ്തെടുക്കുന്ന വസ്ത്രങ്ങൾ ധരിക്കാത്ത ഒരാൾ പോലുമില്ലായിരുന്നു. എന്നാൽ 19-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന്റെ ആധിപത്യം വർദ്ധിച്ചു. രാജാക്കന്മാർ വീണു. തിരവിയറുകളുടെ അധികാര കേന്ദ്രങ്ങളിലെ സ്വാധീനം നഷ്ടപ്പെട്ടു. അവർ കൂലിപ്പട്ടാളക്കാർക്കും കീഴാളന്മാർക്കും സാധാരണ ജനങ്ങൾക്കും വേണ്ടി വസ്ത്രം തുന്നാൻ നിർബന്ധിതരായി. ആ വീഴ്ച അവർക്ക് താങ്ങാനാകുമായിരുന്നില്ല. അപമാനിതരാക്കപ്പെട്ട ചിലർ തൊഴിൽ ഉപേക്ഷിച്ചു, ചിലർ നാടുവിട്ടു, ചിലർ പട്ടിണിയിൽ മരിച്ചു. എന്നാൽ ചിലർ പുരനിയൂരിൽ തന്നെ കഴിഞ്ഞുകൂടി. ആ ദേശമറിയാത്തൊരു വജ്രായുധം അവരുടെ കൈവശമുണ്ടായിരുന്നു: തോൽസായം. കുലഗുരു വിയമൻ എഴുതിയ വിശുദ്ധ ഗ്രന്ഥം, തുന്നലിനെയും ആഭിചാരത്തെയും ഇഴുകി നെയ്തെടുത്ത ഒരു മരണായുധം. ഗംഭീരം എന്നാൽ അതിഗംഭീരം ഒരു ഷോർട്ട് ഫിലിം. ചെയ്തു വെച്ചേക്കുന്ന രീതി, ബീജിയം, എടുത്തു വെച്ചേക്കുന്ന സ്ഥലം, അഭിനേതാക്കൾ, അങ്ങനെ എടുത്തു വെച്ച് നോക്കിയാൽ ക്യാമറ എവിടെ നിന്ന് നോക്കിയാലും അടിപൊളി. എന്തുകൊണ്ട് ഇതൊരു സിനിമയായി മാറിയില്ല എന്നൊരു ചോദ്യം ഉണ്ടാവും. ഒരു അനന്തഭദ്രൻ ടച്ച് ഷോർട്ട് ഫിലിം കണ്ടു കഴിയുമ്പോൾ ഒരു സിനിമ കണ്ട ഫീല് നമുക്ക് ഉറപ്പായിട്ടുണ്ടാവും.